ചേച്ചി ഓ അപ്പൊ എന്തൊക്കെയുണ്ട്? നിങ്ങൾക്ക് തന്നെ വോട്ടാവുന്ന ഒന്നും പറയാം. നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമുക്കറിയാം. ഓ ആയിക്കോട്ടെ, പ്രവർത്തനങ്ങളൊക്കെ നടക്കട്ടെ. ശരി, എന്നാ വൈകുന്നേരം കാണാട്ടോ. എന്ത് കാണാ? ഈ 10 വർഷം ഈ കണ്ട ജനങ്ങളൊക്കെ കണ്ടതന്നെ വികസനം കാണാ, അത്രേ ഉള്ളൂ. അതിനിപ്പോ നിങ്ങൾ എന്താ ഇവിടെ കാട്ടിയേ? ഇത് രാവിലെ തന്നെ ഓരോന്ന് വരകാൻ നിൽക്കല്ല കത്തിയെ. എനിക്ക് 100 കൂട്ടം പണി എന്റെ പണിയൊക്കെ പോയിക്കാം. ഞാൻ പറയും എന്താ ഇവിടെ കാട്ടിയത്? അതിന്റെ മുന്നേ നിങ്ങളെ പാർട്ടി എന്തൊക്കെയാ ഇവിടെ ചെയ്തത് അതൊന്ന് ചോദിക്കട്ടെ. അതല്ല, നിങ്ങളെ പാർട്ടിയിലെ ഒരു 4 നേതാക്കന്മാരും പേരും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഉണ്ട്. ഒരു മാങ്കു, ഒരു കോഴി, അവരൊക്കെ ഇങ്ങനെ നിക്കാന്നല്ല. അവരെന്ത് തേങ്ങ പറ്റിയ ഒന്ന് പറയും. ചെക്കനെ പറഞ്ഞാണ്ടല്ലോ. അന്റെ ചെക്കനോ? ഓളെ ചെക്ക്. അതല്ല, എന്തേ രാത്രി ഓൻ അളക്കുവല്ല വെച്ച് കഴിക്കലുണ്ടോ? എടി 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 പറടി, ജാടയാണോ പോളിസേ? ജാട നിന്റെ അമ്മായിക്ക്. എടി കോട്ടക്കില്ല, അമ്മായിനെ വിളിക്കണി. എന്നാലേ എന്റെ വല്യമ്മ. പിന്നെ എന്റെ അമ്മായിനെ വിളിക്കുമ്പോ ഞാൻ നോക്കി വിളിക്കും വിളിക്കും. ഒച്ചമ്പോഴൊക്കെ എന്റെ അബോക്കൊക്കെ കേൾക്കണം. നമ്മള് രാവിലെ തന്നെ തുടങ്ങിക്കുന്ന ഓരോ വർത്താനം പറഞ്ഞിട്ട്. ഇതൊക്കെ നമ്മള് വികസനം കാണണത്രേ. ഒന്ന് പറഞ്ഞു കൊടുക്കും നിങ്ങളൊന്ന്. അതെന്തത്ര കാണാന്? കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കിടക്കല്ലേ. നമ്മളെ സ്കൂളൊന്നും നോക്കി. നിങ്ങൾ 8ാം ക്ലാസ് പൊട്ടിയ സ്കൂളാണ് നോക്കി. ഫാനിന് ഫാന്, ലൈറ്റിന് ലൈറ്റ്, പ്രൊജക്ടറിന് പ്രൊജക്ടർ. അത് ശരിയാ. എത്ര കമ്പ്യൂട്ടർ നമ്മളെ ലാബില്. അതും പോരാഞ്ഞിട്ട് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ പുസ്തകം കിട്ടും. ഇത് കേൾക്കണം. എന്റെ സ്റ്റേജിലൊക്കെ പഠിച്ച കാലത്ത് പുസ്തകം ഒന്നും ഉണ്ടായില്ല. അതൊക്കെ വെറും ഫോട്ടോ കോപ്പി കൊണ്ടാ പഠിച്ചത്. ഫോട്ടോ കോപ്പിയോ? ആ ഫോട്ടോ കോപ്പി അത് വേണ്ടെങ്കിൽ അവർക്ക് പഠിക്കും വേണ്ടിയിരുന്നില്ല. അത് ശരിയാ. ഓർക്കൊക്കെ ചോറിന് ഒരു കറിയൊക്കെ ഉണ്ടെന്നുള്ളു. അതിനൊക്കെ ഞമ്മക്ക് തന്നെ കേട്ടോ ഭാഗ്യം. അല്ല, ഇന്നിപ്പോ എന്താ മെനു? ഇന്നലിപ്പോ ഫ്രൈഡ് റൈസ് എന്നില്ലേ? അപ്പന്ന് കുഴിമന്തി. വെള്ളിയാഴ്ച അല്ലേ, പായസം ഉണ്ടാവും. സ്കൂളിലേക്ക് വരാനൊക്കെ നല്ല ഇഷ്ടാ. അല്ലേലും നമ്മളെ മന്ത്രിമാരും സർക്കാരൊക്കെ സൂപ്പർ അല്ലേ? ഇനി ഓരോന്ന് വരട്ടേന്ന്. കണ്ടില്ലേ നമ്മളെ സ്കൂളിന്റെ വികസനം? നമ്മളെ ഹോസ്പിറ്റൽ നോക്കി നിങ്ങള്. മോളുടെ പ്രസവം അടുത്തു. സ്വകാര്യ ആശുപത്രി തന്നെ കാണിക്കുക അല്ലേ? സാമ്പത്തികമാണ് പ്രശ്നം. അവിടെയൊക്കെ നല്ല ചെലവാകൂലേ? അതിന്റെ ടെൻഷനില്ല. അപ്പൊ ഞാന് അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? നമ്മളെ സർക്കാർ ആശുപത്രി അല്ലേ അവിടെ ആവുമ്പോ നല്ല നല്ല ഡോക്ടർമാരും സൗജന്യമായിട്ട് മരുന്നും. അത് മാത്രല്ല, കേരളത്തിലാണ് ഏറ്റവും കുറവ് ശിശുമരണ നിരക്കും. ഇപ്പൊ എനിക്ക് ഉച്ചയ്ക്ക് വല്ല ഫുഡിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിവൈഫിന്റെ പൊതിച്ചോറല്ലേ. നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? അത് ശരിയല്ലേ? എന്നാ അവിടെ തന്നെ കാണിക്കാല്ലേ? എന്നാ വാ, നേരം കളയണ്ട. 600 ഏനോ? ഇപ്പൊ 2000 അയക്കണേ. 2000 ഉറുപ്പ്യ? അതല്ല, നിങ്ങളെ പാർട്ടി വരച്ചപ്പോ എത്രയാണ് നമുക്ക് കിട്ടിയത്? എനിക്ക് ഓർമ്മണ്ടാവൂലേ? 600 ഉറുപ്പ്യ. വെറും 600 ഉറുപ്പ്യ. അതും എങ്ങനെയായിരുന്നു? 16 മാസേ, 1.5 കൊല്ലം. അതും കുടിശ്ശിക വരുത്തിയിട്ട്. ആ കുടിശ്ശിക വരെ അടച്ചു തീർക്കാൻ ഞങ്ങൾ LDF സർക്കാരല്ലേ ഉണ്ടേന്നുള്ളൂ. അതല്ല, എനിക്ക് ഓർമ്മ ഉണ്ടോ? എന്റെ വല്യമാക്കൊക്കെ 24,000 ഉറുപ്പ്യ ഒറ്റയടിക്ക് കിട്ടിയത്. എന്നാലേ ഞമ്മളതൊന്നും മറന്നിട്ടില്ല. നമുക്ക് കേൾക്കണോ? നമ്മളല്ലേ ഇതല്ലേ കുടുംബശ്രീത്തെ ലേതേ. ഓക്ക് ആകെ 35 വയസ്സല്ലായിട്ടുള്ളൂ. ഓക്കിനി കിട്ടാൻ പോണ എത്ര അറിയോ? 6 ഉറുപ്പ്യാണല്ലോ. ഇതൊക്കെ നമ്മളെ LDF സർക്കാർ വന്നോണ്ടല്ലേ കിട്ടുന്നത്. അതുമാത്രല്ല, പാലങ്ങള്, റോഡുകള്, ഡിജിറ്റൽ ക്ലാസ് മുറികള്, സ്മാർട്ട് സ്കൂളുകള്, ഫോണ്, വാട്ടർ മെട്രോ, അങ്ങനെ എത്ര പദ്ധതികൾ കഴിഞ്ഞിട്ടില്ല. എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും വീട്, കുറഞ്ഞ ശിശുമരണ നിരക്ക്, ഉയർന്ന ആയുർദൈർഘ്യം, അങ്ങനെ എത്ര. ഇനി കുട്ടികൾക്കാവട്ടെ പോക്സോ കോടതികൾ, അങ്കണവാടികളിൽ ബിരിയാണി, സ്കൂളുകളിൽ പുതുക്കിയ ഭക്ഷണ മെനു, ലിഫ്റ്റുകളുള്ള സ്കൂളുകൾ വരെയുണ്ട് നമ്മുടെ നാട്ടില്. ലൈഫ് പദ്ധതിയിലൂടെ നമ്മുടെ LDF സർക്കാർ എത്ര വീടുകളാണ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. ലോകത്ത് തന്നെ
അതിദരിദ്രമുക്ത സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ പ്രഖ്യാപിച്ചു. ഈ വികസനം ഇനിയും നിലനിൽക്കണമെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് തന്നെ വോട്ട് നൽകൂ. അല്ല കഥയെ ഞങ്ങൾക്ക് നീ പറയാണ്ടോ? നിങ്ങളെല്ലാരും ഇങ്ങനെ വികസനം മുന്നിൽ കാണിച്ചു തരുമ്പോ ഞാൻ വരും ഞങ്ങൾ LDF-ന്റെ കൂടെ. എല്ലാവരും വരും, നമുക്കൊന്നിച്ച് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ജനനന്മയ്ക്ക് വേണ്ടി ഒന്നിച്ചു മുന്നേറാം. വെറും ഒരു മനുഷ്യന് വേണ്ടി മാത്രമാവട്ടെ, മറിച്ച് ജനനന്മയ്ക്കും വികസനത്തിനും വേണ്ടിയാവട്ടെ, ഇടതുപക്ഷത്തിനാവട്ടെ. വോട്ട് ഫോർ LDF, വോട്ട് ഫോർ ശ്രീനിയേട്ടൻ. നമ്മൾ നട്ട വെള്ളരിക്കിനാവിടഞ്ഞു വാനിൽ ചെഞ്ചുകപ്പ് താരമായടി. അന്തിരണ്ണിൽ അമ്പിളിക്കല തിളങ്ങുന്നുണ്ട് പങ്ക് തൊട്ട് കാട് പങ്കിളി. നമ്മൾ നട്ട വെള്ളരിക്കിനാവിടഞ്ഞു വാനിൽ ചെഞ്ചുകപ്പ് താരമായടി. വെൽഡൺ.